നമസ്കാരം. ഇഷാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തേങ്ങാ മിഠായിയുടെ റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടികൾക്ക് മിഠായി നല്ല ഇഷ്ടമാണ്. മിഠായി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല. അത് നമ്മളുടെ വീടുകളിൽ, എസ്പെഷ്യലി നമ്മൾ മലയാളികളുടെ വീടുകളിൽ കോമൺ ആയിട്ട് കാണുന്ന തേങ്ങ കൊണ്ടാണെങ്കിലോ. എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമുക്ക് വീഡിയോ കണ്ടു നോക്കണം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കന് കൂടി എനേബിൾ ആക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. എന്നാൽ നമുക്ക് തേങ്ങാ മിഠായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ്. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനും ചെരുവിയെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഫുഡ് കളറാണ്. ഇത് 1 ടീസ്പൂണ് ഗ്രീൻ കളറ്, 1 ടീസ്പൂണ് ഓറഞ്ച് കളറ്, ആവശ്യത്തിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 മുറി തേങ്ങ അതിൻ്റെ ചിരട്ടയിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ബ്രൗൺ കളറൊക്കെ കളയാം. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ എല്ലാതും ഇതേപോലെ കളയാം. എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇനി ഇതിനെ ഒരു മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നുമില്ലാതെ പൊടിച്ചെടുക്കുക. പിന്നെ ഈ തേങ്ങ ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കോക്കനട്ട് ക്യാൻഡി റെഡിയാക്കാം. അതിന് ഞാനിവിടെ നമ്മുടെ തേങ്ങയിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ്. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങയും ഇതേപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിന് 3 പാർട്ടാക്കുക. ഡിഫറെൻറ്റ് കളറിലുള്ള കോക്കനട്ട് ക്യാൻഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കളറ് ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ വൈറ്റ് കളറിലുള്ളത് ഇവിടെ കളറൊന്നും ആഡ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെറിയ ബോളാക്കുകയാണ്. എന്നിട്ട് അതിന് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ സെക്കൻഡ് വണ്ണിലേക്ക് ഞാൻ ഓറഞ്ച് കളർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളറിലുള്ള ക്യാൻഡിയാണ് കിട്ടുക. അതിന് ഇതേപോലെ ചെറിയ ബോളാക്കിയിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി തേർഡ് പാർട്ടിലേക്ക് ഞാനിവിടെ ഗ്രീൻ കളറാണ് ആഡ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ക്യാൻഡി കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഇതേപോലെ ചെറിയ ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ കളറൊക്കെ ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടിയും പറയുകയാണ്, ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഒരു നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ക്യാൻഡീസും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആരും ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.